കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ ഗീതുവിന്റെ അരികെ വന്ന പ്രിയമോളെ സമാധാനിപ്പിച്ച് ഗീതു പറഞ്ഞയക്കുവാണ്. അങ്ങനെ പറഞ്ഞയച്ചതിന് ശേഷം ഗീതു ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് വെടിക്കേറിയിരുന്നു. ഗോവിന്ദന് എത്ര പൈസ ഉണ്ടാവും, ഒന്ന് നോക്കിക്കളയാ. ഇതുവരെയായിട്ടും തന്നോട് പ്രായം പറഞ്ഞിട്ടില്ല. നോക്കിക്കളയാൻ ഓർത്തോണ്ട് ഗോവിന്ദന്റെ SSLC ബുക്കും എടുക്കുവാണ്. അങ്ങനെ എടുത്ത് തുറന്നു നോക്കി ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ കാഴ്ച പെട്ടെന്ന് കാണുന്നത്. മദറിന്റെ സ്ഥാനത്ത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. ഈ കാഴ്ച കണ്ടത് ഗീതുവിന് സഹിക്കാൻ പറ്റില്ല. അപ്പം ഗോവിന്ദന്റെ അമ്മ വിജയലക്ഷ്മി ആയിരുന്നു. ഇത്രയും നാളും തന്നോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മറച്ചു വെച്ചേ? ഗീതുവിന് തന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിജയലക്ഷ്മിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളൊക്കെ ഗീതിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആദ്യം താൻ കണ്ട സമയത്ത് അവര് കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്നലെ അജാസിക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ. അജാസിക്ക പറഞ്ഞു, വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ആ ഫയലൊക്കെ ഒന്ന് മറിച്ചു നോക്കിയാൽ മതി, സന്തോഷമാവെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതൊക്കെയും കൊണ്ടായിരിക്കും അജാസിക്ക അങ്ങനെ പറഞ്ഞ്. അങ്ങനെ നൂറ് ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാ. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവരെ കാണണം. സത്യങ്ങൾ എന്താണെന്നറിയണം. ഇത്രയും കാലം തന്നിൽ നിന്ന് ഈ രഹസ്യം എന്തിനാ മറച്ചു വെച്ചെന്നറിയണം. ഗീതു അങ്ങനെ ഒരു ഉറച്ച തീരുമാനമൊക്കെ എടുത്തു. ഈ സമയം വിജയലക്ഷ്മി ആകെപ്പാട് ടെൻഷനിലായിരുന്നു. വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. അങ്ങോട്ട് രഞ്ജു വന്നു. രഞ്ജു വന്നിട്ട് പറഞ്ഞു, കുറെ സമയമായിട്ട് എന്നെ ഗോവിന്ദേട്ടൻ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ എവിടെയാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഞാൻ കോൾ എടുത്തില്ല. അതെന്താ മോളെ കോൾ എടുക്കാത്ത? കോൾ എടുത്തിട്ട് ഞാൻ എന്താന്നാ പറയണേ? ഇവിടെയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. ഗീതു എന്നെ ഇവിടെ ഏൽപ്പിച്ചെന്ന് ഒരു കാരണവശാലും ഗോവിന്ദന് അറിയത്തില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മയെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യുക, നീ കോൾ എടുത്ത് സംസാരിക്കുക. ഇല്ല, എനിക്ക് കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കാണ്. ഞാൻ ഗീതുവിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. അമ്മ ആ വിഷയം വിട്, എല്ലാം ശരിയാവുന്നേ. അമ്മയുടെ മരുമോളെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കും. എല്ലാവരും ഒന്നിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവും. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ല പറയുന്നേ, തെറ്റിദ്ധാരണകളെല്ലാം മാറി ഗീത നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അധികം വൈകാതെ തന്നെ. ഇനി അതിന്റെ പേരിൽ അമ്മയ്ക്കൊരു സങ്കടം വേണ്ടാന്ന് പറയണം. എന്നാലും പാവം എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? അവൾ എന്നെ അത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ അമ്മയുടെ അടുത്തുണ്ടല്ലോ. അധികം വൈകാതെ തന്നെ അമ്മയുടെ അടുത്ത് രഞ്ജുവിനെ ഞാൻ എത്തിക്കൂന്ന്. രഞ്ജുവിനല്ല, ഗീതുവിനെ ഞാൻ എത്തിക്കൂന്ന് പറയാണ്. ഈ സമയത്ത് അജാസിന്റെ വണ്ടിയിൽ ഗീതു അങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ വണ്ടി നിർത്തിയിട്ടിരിക്കും. അപ്പൊ അജാസിനോട് ഗീതു പറഞ്ഞു, എന്നാലും എന്തിനാ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ചതിക്കുന്നേ? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ഗോസാറിന്റെ അമ്മയാണ് വിജയലക്ഷ്മി മാഡം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് പറയാത്തെ. എന്നാലും എന്തിനേക്കാ, ഞാൻ കൂടുതൽ സ്നേഹിക്കത്തല്ലേ ഉള്ളൂ. പക്ഷെ ഈ രഹസ്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കണ്ടോ, ഇപ്പൊ കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാരും കൂടെ എന്നെ ചതിച്ചു. ഇന്നല്ല, എപ്പോഴും ഇങ്ങനെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവാറുള്ളേ. കറണ്ട് പോയതാട്ടോ. എന്നും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവാറുള്ളേ. അല്ലെങ്കിലും അതങ്ങനെ വരത്തുള്ളൂ. നമ്മൾ ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഇതും ചെയ്യാൻ പാടില്ല. ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്കൊരു ഉപദ്രവമായിട്ടേ വരത്തുള്ളൂ. എന്നാലും പെങ്ങൾ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പെങ്ങൾ നോക്കുന്ന ഒരു 50% മാത്രമേ എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെങ്ങൾ അത് കൃത്യമായിട്ട് കണ്ടെത്തിയില്ല എന്ന് പറയണേ. അത് അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമാണ്. അതൊരിക്കലും ഞാൻ കാണത്തില്ലായിരുന്നു. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയി. അജാസ് പറഞ്ഞു, ശരിയാ, ചില സമയത്ത് പഠിച്ചവൻ ഇങ്ങനെയായിരിക്കും. നമ്മളൊരു കാര്യം അറിയിക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. നമ്മൾ അറിയണ്ടെന്ന് കരുതി പലരും വിചാരിക്കുന്ന രഹസ്യമാണെങ്കിൽ നമ്മൾ അറിയേണ്ടതാണെങ്കിൽ അത് അറിഞ്ഞിരിക്കുമെന്ന് പറയണേ. എല്ലാം അവിടുത്തെ ലീലകളാ. അതുകൊണ്ട് പെങ്ങളോ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ശരിയാവുന്നേ. ഇനിയിപ്പൊ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എനിക്ക് എന്താണ് ചെമ്പകശ്ശേരിയിലേക്ക് പോകണം, അവരെ കാണണം, 2 വർത്താനം പറയണമെന്ന് പറയാം. അത് വേണോ? അത് ശരിയാവോ? അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായിക്കാ അങ്ങനെ പറഞ്ഞേ? അല്ല, അതിനേക്കാളും അത്യാവശ്യമായിട്ട് നമ്മൾ കണ്ടത് ഗോവിന്ദ് സാറിനെയാണ്. ഗോവിന്ദ് സാറിനെ കണ്ട് പെങ്ങള് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അതാദ്യം വേണ്ടേന്ന് പറയാം. അത് വേണ്ട, അത് ശരിയാകത്തില്ലെന്ന് പറയണം. അതിനേക്കാളും ആദ്യം എനിക്ക് അവരെ കണ്ടത്. പിന്നീട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് അറിയണ്ടേ? ഈ സമയം അജാസ് പറഞ്ഞു, ഒരു പക്ഷെ അതിന് അവർക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിലോ? ഗോവിന്ദ് സാറ് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അവരമ്മയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോവിന്ദ് സാറിന് നാണൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും. അതായിരിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ രഹസ്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്രമാത്രം സ്നേഹിച്ചാന്നറിയാവോ രണ്ടുപേരും കൂടെ എന്നെ ചതിക്കുമല്ലേ ശരിക്കും ചെയ്തേക്ക.
എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം വന്നു. വൈകിയാണ് ഞാൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഇത്രയും കാലം ഞാൻ കഥയറിയാതെ ആട്ടം ആടിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. ഇക്ക വാ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, ചെമ്പശ്ശേരിയിലേക്ക് തന്നെ പോവാന്ന് പറയണം. അല്ല അത് വേണോ ഗീതു? ഇക്ക വാ, ഞാനല്ലേ ഉള്ള, ധൈര്യമായിട്ട് വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ചെമ്പശ്ശേരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവേണം. അപ്പൊ ചെമ്പശ്ശേരിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഗീത ചെയ്തിട്ടുണ്ടായിരുന്നു. ഗീത ചെയ്ത SLC ബുക്കിന്റെ കോപ്പി ഫോണിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരെ വിജയലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ നേരത്തെ അറിഞ്ഞിരിക്കട്ടെ താൻ ആ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം. അങ്ങനെ വിജയലക്ഷ്മിയും രഞ്ജും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. പെട്ടെന്ന് വിജയലക്ഷ്മി അത് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും SSLC ബുക്കിന്റെ കോപ്പി ഇട്ട് കൊടുത്തേക്കുക ഗോവിന്ദന്റെ ഗീതു. അപ്പൊ അവള് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പെട്ടെന്ന് ചോദിച്ചു, ആരമ്മ, എന്താ പറ്റി? നമ്മുടെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് രഞ്ജു ചോദിക്കുക. ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അമ്മേ? ഏത് സത്യങ്ങളൊക്കെ അറിഞ്ഞു പറയണേ? എന്ത് സത്യങ്ങള്? ഗോവിന്ദ് എന്റെ മകനാന്നുള്ള സത്യം. ഒരു നിമിഷം രഞ്ജു ഞെട്ടിപ്പോയി. ഇനി എന്ത് ചെയ്യും അമ്മേനെ ചോദിക്കുവാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവൻ ഒന്നുകൂടെ അകൽച്ച ഭാവിക്കത്തുള്ളൂ. നിന്നെ പോലും അവൻ വെറുക്കും, അറിയാലോ. നമ്മൾ രണ്ടും കൂടെ ഒത്തുചേർന്നുള്ള കളിയാന്ന് വിചാരിക്കുള്ളൂ. നമ്മൾ പറഞ്ഞാന്ന് മാത്രം വിചാരിക്കത്തുള്ളൂ. ഇനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയില്ല. അവൻ എന്നിൽ നിന്ന് അകന്നു പോകത്തുള്ളൂ. ഒരുപക്ഷെ നിനക്ക് നിന്റെ നിരപരാധിത്വം വെളിവാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്നെ അവൻ ഒരിക്കലും സ്വീകരിക്കത്തില്ല. ഒരു മകന്റെ സ്നേഹമോ ഒരമ്മയുടെ സ്നേഹമോ കൊടുക്കാനൊന്നും സാധിക്കില്ല. ഇങ്ങനെ പൊട്ടിക്കരയുന്ന വിജയലക്ഷ്മിനെ ചേർത്ത് പിടിക്കാൻ രഞ്ജു. അമ്മ സങ്കടപ്പെടണ്ട അമ്മ, അമ്മയുടെ അടുത്ത് ഞാൻ വന്നില്ലേ, അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും വരും. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഗോവിന്ദന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറും. അതോർത്ത് വിഷമിക്കണ്ട. ഇല്ല മോളെ, അവന്റെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ. ഇത്രയും കാലമായില്ലേ അവൻ എന്റെ അരിയിലേക്ക് പോലും വന്നിട്ടില്ലോ. എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ഇനി അവൻ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് പറയാണ്. അത് കുഴപ്പമില്ല, ഞാൻ ഗീതുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രഞ്ജു ഗീതുവിനെ വിളിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് ഗീതു ഫോൺ എടുത്തില്ല. അവൾ എടുക്കത്തില്ലായിരിക്കും. അവൾക്ക് എന്നോട് ദേഷ്യം, ഇപ്പൊ നിന്നോടും ദേഷ്യമായി കാണും. കാരണം നീയും സത്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് അറിയുമ്പോ. അതുകൊണ്ട് അവൾ ഒരിക്കലും കോൾ എടുക്കില്ല എന്ന് പറയണേ. ഒരു കാര്യം ചെയ്യാം അമ്മ, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ അവിടെ പോവാന്ന് പറയണേ. വേണ്ട മോളെ, നിനക്കറിയാലോ ഗോവിന്ദ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ഗോവിന്ദൻ അരിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. ഒരുപക്ഷെ നിന്നെ സ്വീകരിക്കുമായിരിക്കും. ഒരേട്ടന്റെ സ്നേഹമായി ഇപ്പൊ നിനക്ക് കിട്ടേണ്ട ഒരു അമ്മയുടെ സ്നേഹമല്ല. നീ അവിടെ പോയിന്നു നിന്റെ ഏട്ടന്റെ അരികെ നിന്നിട്ടുണ്ടെങ്കിൽ നീ സേഫ് ആയിരിക്കും. നിനക്കൊന്നും സംഭവിക്കത്തില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം. വേണ്ടമ്മേ, എനിക്ക് അറിയാം അമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്ന്. ഇത്രയും കാലം ഞാൻ അമ്മേനെ തെറ്റിദ്ധരിച്ചു. ഇനി എന്റെ അമ്മേനെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. എനിക്ക് എന്റെ അമ്മേനെ വേണമെന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിക്കുക. രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രഞ്ജു ആ കാഴ്ച കാണുന്നത്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു അങ്ങോട്ട് കയറി വരുന്നത്. ഗീതുവിനെ കണ്ടതും രണ്ടുപേരും വല്ലാതെ വിളറി വെളുത്ത് നിന്നു. ഗീതു ഇനി എന്തായിരിക്കും എന്ന് പറയാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുവാണ് ഗീതു. ഗീതു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇത്രയും കാലം ചതിക്കുമായിരുന്നല്ലേ? നിങ്ങളുടെ മകനാ ഗോവിന്ദൻ എന്നുള്ള സത്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് മറച്ചു വെച്ചെന്ന് ചോദിക്കുക. പെട്ടെന്ന് മോളെ, ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എന്നാലും എങ്ങനെ ഈ ചതി നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ തോന്നി? നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങളുടെ മകളെ ഞാൻ കൺമുന്നിൽ കൊണ്ട് തന്നില്ലേ? അതിന് മാത്രം ഞാൻ എത്ര റിസ്ക് എടുത്തു. ധ്യാനെ അവിടെ കിടന്ന് ധ്യാനെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി ധ്യാനെ ഇവിടെ കൊണ്ടുവന്നു. രഞ്ജു അവരെ തമ്മിൽ ഒന്നിപ്പിച്ചു. പിന്നീടോ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു തന്നില്ല. അവസാനം എന്നെ പുറംകാലം കൊണ്ട് നിങ്ങൾ തട്ടിയെറിയല്ലേ ചെയ്തേ. എന്നാൽ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ഇത്രയ്ക്ക് ക്രൂരത ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. മോളെ, ഞാൻ നിങ്ങൾ നീ കൂടുതലൊന്നും പറയണ്ട. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞേ, സത്യങ്ങളൊന്നും ഗീതു ഇപ്പൊ അറിയരുതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഗീതു അങ്ങോട്ട് വന്നു. നീ എന്താ പറഞ്ഞേ? നിനക്ക് ഇവിടെ പറയാനുള്ള വോയിസ് ഇല്ല. ഇനി എന്തേലും പറഞ്ഞിട്ട് എന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കും. വിജയലക്ഷ്മി ചോദിച്ചു, എന്താ ഗീതു നീ എന്താ ഇങ്ങനെയൊക്കെ? അതെ, അതിനുള്ള അവകാശം എനിക്കുണ്ട്, അറിയാവോ? ഞാൻ ഇവളുടെ ഏട്ടത്തിയമ്മയാ. പ്രായം കൊണ്ട് ഇവളുടെ ഇളയതാണ് ഞാനെങ്കിലും ഞാൻ ഇവളുടെ ഏട്ടത്തിയമ്മയാ. ഞാൻ പറയുന്ന ഇവളെ അനുസരിക്കണമെന്ന് പറയണം. പെട്ടെന്ന് വിജയലക്ഷ്മി, മോളെ ഇങ്ങനെ നീ പറയരുത്, ഇങ്ങോട്ട് വാ, നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചു വലിച്ചപ്പോഴത്തേനും രഞ്ജു പറഞ്ഞു, എന്താ ഗതി നീ കാണിക്കുക? നീ എവിടെ നിൽക്കുക? നിനക്ക് ഉള്ള ശിക്ഷ അതിന് ശേഷം ഞാൻ തരാം. ആദ്യം ഞാൻ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. നേരെ പൂജാമുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ അങ്ങോട്ട് കൊണ്ടേ നിർത്തി. വിജയലക്ഷ്മിനെയാണ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. വിറയ്ക്കാനും തുടങ്ങി. എന്തൊക്കെയാണ് ഇവളിനി കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഇനിയിപ്പോൾ അടുത്ത സത്യം എന്തെങ്കിലും ചെയ്യിക്കാണോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായി. പെട്ടെന്ന് ബാഗ് അങ്ങ് തുറക്കുവാണ് ഗീതു. ബാഗ് അങ്ങ് തുറന്നിട്ട് അതിൻ്റെ അകത്തു നിന്നൊരു വെറ്റിലെ പഴുക്കെടുത്തു. അത് നേരെ വിജയലക്ഷ്മിയുടെ നേരെ നീട്ടുവാണ്. ദക്ഷിണ കൊടുക്കുവാണ്. കാരണം തൻ്റെ അമ്മായിമ്മയാണ്. ദക്ഷിണ കൊടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ഗീതു വിജയലക്ഷ്മിക്ക് ദക്ഷിണ കൊടുക്കുക.
വിജയലക്ഷ്മി അത് സ്വീകരിച്ച് കഴിയുമ്പോൾ ഗീതുവിന്റെ കണ്ണ് നിറഞ്ഞൊഴി. ഗീതു പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ? അമ്മയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുക്കൂന്ന് അർത്ഥമാണ്. കുറച്ചുകൂടെ ഞാൻ കൂടുതൽ സ്നേഹിക്കത്തല്ലേ ഉള്ളൂ. ഗോവിന്ദേട്ടൻ്റെ അമ്മയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുക്കാൻ പറ്റുമോ? എന്നാലും എന്നോട് ഈ നാടകം വേണ്ടായിരുന്നു കേട്ടോ എന്നാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് രഞ്ജുവിനെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. ഒരു വശത്തെ രഞ്ജുവിനെ ഒരു വശത്തെ ഗീതുവിനെ ചേർത്ത് നിർത്തുവാണ് വിജയലക്ഷ്മി. രണ്ടുപേർക്കും ഒരു ഉമ്മയെ കൊടുക്കുവാണ്. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള ദേഷ്യങ്ങളെല്ലാം, ഗീതുവിന്റെ ഉള്ളിലുള്ള ദേഷ്യങ്ങളെല്ലാം മഞ്ഞ് പോലെ ഇല്ലാതാകുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇല്ലാതാകുന്നതിന് കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.